താങ്ക് യു മിസ്. ഹായ് എവരി വൺ, ശിവദൻ ടാരോട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. നെഗറ്റീവ്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവായിരിക്കാൻ ശ്രമിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോൾ കാണുന്നുവോ അപ്പോൾ റെസിനേറ്റ് ആവുന്നതായിരിക്കും. റെസിനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടേക്കുക. ഇതൊരു കറക്റ്റീവ് റീഡിംഗ് ആണ്, ഒരു ഗൈഡൻസ് മാത്രമാണ്. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിടയിലെ തടസ്സം മാറുമോ, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? നിങ്ങൾക്കിടയിലെ തടസ്സം മാറുമോ, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നാണ് നോക്കുന്നത്. നിങ്ങൾക്കിടയിലെ തടസ്സം മാറുമോ, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ. തടസ്സം മാറുമോ, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ? തടസ്സം മാറുമോ, തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകുമോ എന്നാണ് നോക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ. അപ്പം ഓവറോൾ എനർജി വന്നത് ഒരു മൂൺ കാർഡാണ്. അപ്പം ഇതിൽ കാണുന്നത് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന ഒരു ആളെയാണ്, ഒരു വ്യക്തി, പേഴ്സൺ. അപ്പം സെപ്പറേറ്റഡായ ആ കാരണം പരസ്പരം ഒന്നും തുറന്നു പറയാതിരിക്കുന്നതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഒരു മുഴുവനായിട്ടുള്ളൊരു കാര്യങ്ങൾ പകുതി പറഞ്ഞ് മുഴുവൻ പറയാതിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. ഇനി ബാക്കി വരുന്നത് എന്താണെന്ന് നോക്കാം. ഇവിടെ ഒരു ഏസ് ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. അപ്പോൾ അതിൽ പറയുന്നത് ഇപ്പോൾ ഒരു കൃത്യമായ തീരുമാനം എടുക്കാൻ കഴിയുന്നതായിട്ടാണ്. പുതിയൊരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. പുതിയൊരു തുടക്കത്തിലേക്ക്, പുതിയ പ്രതീക്ഷകളുമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. എന്തൊക്കെയോ ചെയ്യാൻ വിചാരിച്ച കാര്യത്തിന് അതിന് ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുപാട് ആത്മവിശ്വാസം ഉള്ളതായിട്ട് നിങ്ങൾക്ക് തന്നെ മനസ്സിലാണ്. കാരണം ഈ പ്രതിസന്ധികളൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾ ഒരുപാട് പൊരുതിയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ നേടിക്കിട്ടിയ വിജയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തോ ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളിലേക്ക് ഒരു വളരെ പ്രതീക്ഷയോടെ തളിർക്കം പൂക്കൊക്കെ ചെയ്ത് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ 7 ഓഫ് വാൻസിൻ്റെ എനർജി അടുത്ത് വന്നിട്ടുള്ളത്, അതിൽ പറയുന്നതും ഇത് തന്നെയാണ്. അപ്പോൾ അവരുടെ മുന്നിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാറ്റി മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടി ആ തടസ്സങ്ങൾ, മുന്നിലുള്ള തടസ്സങ്ങൾ മാറ്റാൻ വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിനു വേണ്ടി മറ്റുള്ളവരോട്, ഇപ്പോൾ ഇവരെ എതിർക്കുന്ന ആളുകളോട് ഫൈറ്റ് ചെയ്യുന്ന ഒരവസ്ഥ. ചുറ്റിലും ശത്രുക്കളാണ്, അവർക്ക് ഇവരെ എതിരായി നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ അവരെ ഈ ബന്ധം അംഗീകരിക്കാൻ പറ്റാത്ത ആളുകളായിരിക്കും അവർക്ക് ചുറ്റിലുമുള്ളത്. അപ്പോൾ അവർ 4 വശത്തു നിന്ന് അവരെ സ്ട്രഗിളിങ്ങിൽ ആക്കിയെടുക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുമായി പെട്ടെന്ന് ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടാണ് അവരിത്രയും അവിടെ നിന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. 9 ഓഫ് വാൻസിൻ്റെ എനർജിയിലും ഈ 7 ഓഫ് വാൻസിൻ്റെ എനർജിയിലും പറയുന്നത് 4 വശത്തു നിന്നും സ്ട്രഗിളിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും വിഷമത്തിലൂടെയാണ് ഇപ്പോൾ അവർ കടന്നു പോകുന്നതെന്ന് കാണുന്നത്. ഒരു സ്വസ്ഥതയില്ലാത്ത ജീവിതം, പല വഴികളിലൂടെയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, സാമ്പത്തികം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ വേദനിക്കുന്ന, വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഒരുപാട് സ്ട്രഗിളിങ്ങിലൂടെ കടന്നു പോകുന്ന ആളുകളെയാണ് കാണുന്നത്. അപ്പോൾ ഈ സ്ട്രഗിളിംഗ് ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ ഒരു പുതിയ ജീവിതം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നവരാണ്. ഇതെല്ലാം മാറി കിട്ടാൻ വേണ്ടി അവർ വെയിറ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അവർക്ക് ഒരുപാട് വിഷമമാണുള്ളത്, ഒരുപാട് ദുഃഖങ്ങളാണുള്ളത്. ഏത് വഴി കൂടെ ചിന്തിച്ചിട്ടും ഒരു അറ്റം കിട്ടുന്നില്ല അവർക്ക്. അത്രയും വിഷമത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥ, റിലേഷൻഷിപ്പ് നഷ്ടപ്പെട്ട്, പണം നഷ്ടപ്പെട്ട്, കൂടെയുള്ള എല്ലാവരും അവരെ സ്നേഹിക്കുന്ന ആരും അവരെ കൂടെ ഉണ്ടാവില്ല. ആ ഒരു മനോവിഷമത്തിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു തരത്തിൽ എങ്ങനെ ഇത് കയറും, എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് അവർ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതെല്ലാം അപ്പോൾ ഇവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഈ എല്ലാ വിഷമങ്ങളും ഇട്ടെറിഞ്ഞ് അങ്ങോട്ടേ പോകാം, ഇനി ഇതും താങ്ങിയിരുന്നിട്ട് കാര്യമില്ല, ഇതിൽ നിന്നൊക്കെ മാറണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്.
മാറി പുതിയൊരു ജീവിതത്തിലേക്ക് പോകണം. ഇത്രയും വിഷമം ഇത് തരണം ചെയ്ത് എല്ലാ തടസ്സങ്ങളും മാറ്റി പുതിയൊരു ജീവിതം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി ഇപ്പോഴുള്ള കാര്യങ്ങൾ എല്ലാം വിട്ട് പോകുന്നതായിട്ട് കാണും. അപ്പോൾ ഇപ്പം ഇതിൽ നിന്ന് മാറി നിന്നെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലേക്ക് ഏതൊക്കെ തരത്തിലാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് മനസ്സിലാകുകയുള്ളൂ. അതിനുവേണ്ടി പൊരുതി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിൽ തന്നെ തൂങ്ങിപ്പിടിച്ചിരുന്നാൽ മുന്നോട്ടുള്ള ജീവിതം അവർക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ അവർക്ക് മുന്നോട്ട് സന്തോഷമായി ജീവിക്കണം. അതിന് വേണ്ടി അവർ എല്ലാം ഇട്ടെറിഞ്ഞ് പോകുന്നതായിട്ടാണ് കാണുന്നത്. 9 of Cups എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പറയുന്നത് ഒരുപാട് സ്നേഹവും സന്തോഷവും ഒക്കെയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ രണ്ട് പേർക്ക് പരസ്പരം ഒരുപാട് സ്നേഹമുണ്ട്. സെപ്പറേഷനിലാണെങ്കിലും കൂടിയിട്ട് സ്നേഹം ഉള്ളിലുണ്ട്. അപ്പോൾ അത് ഈഗോ ഉള്ള വ്യക്തി ആയതുകൊണ്ട് കൂടി ഇത് പുറത്ത് കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എന്ത് തന്നെയായാലും ആ സ്നേഹം മറക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത്. കാരണം അത്രയും ഒരു ജെന്യൂനായ സ്നേഹമായിരിക്കും നിങ്ങൾ അവർക്ക് കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ അത് അവർക്ക് മറക്കാൻ കഴിയുന്നില്ല എന്ന് കാണുന്നത്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും എന്ത് തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങൾ ഒഴിവാക്കാൻ അവർ തയ്യാറല്ല. അപ്പോൾ ഒരുപാട് സ്നേഹം, അതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ സ്നേഹവും പ്രതീക്ഷിച്ച് അവർ അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ചില ആളുകൾക്ക് ഈ പാസ്റ്റിലുള്ള ഓർമ്മകളുമായിട്ട് അതിൽ സന്തോഷിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എല്ലാവരോടും സ്നേഹത്തോടെ നിങ്ങളായാലും ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണായിരിക്കും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ മറ്റുള്ളവരുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഓരോരുത്തരെ ഏത് രീതിയിലുള്ള ആളുകളാണെന്നൊക്കെ മനസ്സിലാക്കി, എന്നാൽ അത് കാണിക്കാതെ ആണെങ്കിലും നിങ്ങളാണെങ്കിലും അവരാണെങ്കിലും എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ആ പേഴ്സണൊന്ന് നിങ്ങളെ സ്നേഹിച്ചിരുന്നെങ്കിലെന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. ആദ്യം ഉള്ളിലുള്ള സ്വഭാവമൊക്കെ നിങ്ങൾ പുറത്ത് കാണിക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇപ്പം അതൊക്കെ മാറ്റിയിട്ട് എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരെ കെയർ ചെയ്യും, പ്രൊട്ടക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾക്കും അതേപോലെ ഒരു പ്രൊട്ടക്ഷനും കെയറിങ്ങും മറ്റാരുടെ അടുത്തെങ്കിലും കിട്ടിയിരുന്നെങ്കിലും നിങ്ങൾ സ്വയം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 7 of Swords എനർജി ഉണ്ട്. 7 of Swords എനർജി പറയും നിങ്ങൾക്ക് ചീറ്റിംഗ് കിട്ടി, നിങ്ങളിലേക്ക് ഒരു ചീറ്റിംഗ് വന്നത് കാരണമാണ് ഈ പ്രശ്നങ്ങളുണ്ടായത്. അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നാണ് കാണിക്കുന്ന. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ചിലപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ വേറെ ഏത് തരത്തിൽ ചീറ്റിംഗ്, ജോലി സംബന്ധമായോ റിലേഷൻഷിപ്പ് സംബന്ധമായോ പല ചീറ്റിങ്ങുകളും സംഭവിക്കാൻ സാധ്യത. അപ്പോൾ ചീറ്റിംഗ് എനർജിയാണ് 7 of Swords എനർജിയിൽ പറയുന്നത്. അപ്പോൾ ചീറ്റിംഗ് കിട്ടിയ ആൾക്കാർ ഒരുപാടുണ്ടാവും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നഷ്ടപ്പെടാൻ സാധ്യത. ഇന്നലെ ചീറ്റിംഗ് എനർജി വന്നിട്ടുണ്ടായിരുന്നപ്പോൾ പലതരത്തിലും ചീറ്റിംഗ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പ് മുഖേന ചീറ്റിംഗ് ആയത് നിങ്ങളിലേക്ക് പുതിയൊരാളായിട്ട് പഴയതെല്ലാം ഒഴിവാക്കി പുതിയൊരാളായിട്ട് വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാൻ പാടില്ല, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങളിലേക്ക് പൂർണ്ണമായിട്ട് വരാൻ അവരെ മുഴുവൻ ഒഴിവാക്കി നിങ്ങളിലേക്ക് വരണം. ഏത് സിറ്റുവേഷനിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിലും അത് ഒഴിവാക്കി നിങ്ങളിലേക്ക് നല്ലൊരു വ്യക്തിയായിട്ട് വരാനാണ്, എല്ലാ തടസ്സങ്ങളും വെട്ടിമാറ്റി മുഴുവൻ നിങ്ങളിലേക്ക് പൂർണ്ണമായും വരാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എല്ലാ പ്രശ്നങ്ങളും തീർക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നോ കോൺടാക്ട് സിറ്റുവേഷനിലൊക്കെ ആയിരിക്കാം, പക്ഷേ മനസ്സുകൊണ്ട് അവർ നിങ്ങളുടെ കൂടെ തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ ഓർമ്മകൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്, അവർ വിഷമത്തിലാണെന്ന് പറയുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള വഴി മാത്രം നോക്കിയാൽ മതി. അപ്പോൾ മുമ്പേ ഒരു ചീറ്റിംഗ് എനർജിയിൽ സംഭവിച്ചു പോയ എന്തോ അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്നൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത്. ഇപ്പോൾ ഒരു കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയിലിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്നേഹം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാളാണ്. അവരിലേക്ക് സ്നേഹം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളായാലും അവരായാലും ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാ സന്തോഷവുമായിട്ട് കാത്തിരിക്കുന്നതായിട്ടാണ് എല്ലാ മനസ്സിൽ നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ വരാനും നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഒരു ഈഗോ ഉള്ളത് കൊണ്ടാണ് കുറച്ചൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരാൻ അവരൊരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനു വേണ്ടി സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാ തടസ്സങ്ങളും വെട്ടിമാറ്റി മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. ഇതുവരെ ഉണ്ടായ ചീറ്റിംഗ് എനർജി മുഴുവൻ മാറ്റി മുന്നോട്ട് നിങ്ങളിലേക്ക് വരണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ചീറ്റിംഗ് എനർജി ഏത് തരത്തിലും ആകാം, ഒന്നും സൂക്ഷിക്കുന്നത് നല്ലതാണ്.
എല്ലാ വിഷമങ്ങളും ദുഃഖങ്ങളും മാറി അവർ ഒഴിവാക്കി, ഈ ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉണ്ടായത് അതൊക്കെ ഒഴിവാക്കി പോകുന്നതായിട്ടാണ് കാണുന്നത്. പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ആ ഗ്രോത്ത് ഉണ്ടാകാൻ വേണ്ടി അതിനു വേണ്ടി മെനക്കെടുന്നതായിട്ട് കാണും. ചിലപ്പോൾ ഒരുപാട് പണം സമ്പാദിക്കാനുണ്ടാകും, ഇപ്പോൾ കയ്യിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതെല്ലാം സമ്പാദിച്ച് ഒരു നല്ലൊരു ജീവിതം ആഗ്രഹിക്കുന്നുണ്ടാവും. അപ്പോൾ അതിന് വേണ്ടി വരുന്നതായിട്ടാണ്, അതിന് വേണ്ടി ഇപ്പോൾ ഒരുപാട് വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ജോലിയൊക്കെ ഇത്രയും നാളും ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്ന ആളുകൾ ഇപ്പം ധാരാളം സമ്പാദ്യം ഉണ്ടാക്കണം എന്ന ഒരു ചിന്ത മാത്രമാണ് ഇപ്പോൾ അവർക്കുള്ളത്. എന്നെങ്കിൽ ഒരു നല്ല ജീവിതം ഉണ്ടാവുകയുള്ളൂ എന്ന് അവർ മനസ്സിലാകുന്നുണ്ട്. പക്ഷെ എന്നാലും അങ്ങനെ ഒരുപാട് വർക്ക് ചെയ്ത് അവർക്ക് സമ്പാദ്യം, ധാരാളം സമ്പാദ്യം, സുഖം, ഒരുപാട് നല്ലൊരു ജീവിതം, ഒരു നല്ല ഫാമിലി ആയിട്ടുള്ള കുടുംബവും കുട്ടികളും ഒക്കെ ആയിട്ടുള്ള സമ്പൽ സമൃദ്ധമായൊരു ജീവിതം അതുണ്ടാവുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. എല്ലാ സുഖത്തോടും കൂടിയ ജീവിതം. ഈ സുഖത്തിന് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നത്, ഒരുപാട് വർക്ക് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഏത് രീതിയിലായാലും അവർ ധാരാളം പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ജോലിപരമായി ഇവർ അതിനു വേണ്ടി ജോലി ചെയ്യുന്നുണ്ടാവും, നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സ്റ്റാർ കാർഡ് വന്നിട്ടുണ്ട്. സ്റ്റാർ കാർഡിൽ പറയുന്നത് അവരുടെ ആഗ്രഹം, അവരിപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ ആണ്. അതുകൊണ്ട് തേർഡ് പാർട്ടിയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് കാണുന്നത്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഏത് രീതിയിലായാലും അവരുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിരുന്നു. പാസ്റ്റിലെ പ്രശ്നം കാരണം, ഇത്രയും നാൾ അനുഭവിച്ച പ്രശ്നം, അത് കാരണം അവർക്ക് ഒരുപാട് തിരിച്ചറിവുകൾ വന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കാത്തിരുന്ന ഒരു നിമിഷം, ഇത്രയും നാൾ ഏത് കാര്യത്തിനാണോ കാത്തിരുന്ന ആ നിമിഷം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് സ്റ്റാർ കാർഡിൽ പറയാം. പുതിയ പ്രതീക്ഷകൾ ഉണ്ടാകുന്നത്, ഏറ്റവും ആഗ്രഹിച്ച കാര്യം, നിങ്ങൾ എന്ത് കാര്യത്തിനാണോ ആഗ്രഹിച്ചു കൊണ്ടിരുന്നത്, ചിലപ്പോൾ ജോലിപരമായ ഏത് രീതിയിലായാലോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പരമായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ ആളുകൾ വരണമെന്നോ അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നോ, അങ്ങനെ ഏത് രീതിയിലായാലും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ടാണ്. അങ്ങനെ ഒരു പ്രതീക്ഷയാണ് നിങ്ങൾക്കുള്ളതെന്നാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിലെ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഹീൽ ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും നാൾ അതെല്ലാം അനുഭവിച്ച് ഇരുന്നതാണെങ്കിൽ ഇപ്പോൾ അതൊക്കെ മാറി, എല്ലാം മാറി, ഒരു പുതിയൊരു പ്രതീക്ഷ, പുതിയൊരു തുടക്കം, പുതിയൊരു ജീവിതം, ഒരു സ്റ്റാറിനെ പോലെ ആവുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ഒരു വേൾഡ് കാർഡിലും പറയുന്നതാണ് നിങ്ങളുടെ ലോകം അവരാണ്, അല്ലെങ്കിൽ അവരുടെ ലോകം നിങ്ങളാണ്. രണ്ടു പേർക്കും വേറെ ഒന്നിലും സോൾ കണക്ഷനുള്ള ബന്ധമായതുകൊണ്ട് തന്നെ ഈ ബന്ധം ഒരിക്കലും വിട്ടു പിരിയില്ല എന്നാണ് കാണുന്നത്. എല്ലാ ബന്ധം പോലെയല്ല ഈ ബന്ധം, അത്രയും ഒരു കെട്ടുറപ്പുള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, ചിലപ്പോൾ വിദേശത്തൊക്കെ നിൽക്കുന്ന ആളുകൾ നാട്ടിലേക്ക് വരാൻ സാധ്യതയില്ല, ഇവിടുന്ന് ഒരു ഫാമിലിയായിട്ട് അങ്ങോട്ട് പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ പുറത്ത് എവിടെയെങ്കിലും ജോലി കിട്ടാൻ സാധ്യത, പഠിക്കാൻ പോകാൻ സാധ്യത, പല സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യാനുള്ള ഇത്, അങ്ങനെ പല കാര്യങ്ങളും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും. ജോലിക്കുള്ള മെയിലോ മെസ്സേജോ ഒക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. എക്സാമൊക്കെ എഴുതിയവർക്കൊക്കെ ഒരു പോസിറ്റീവ് ഒരു കാര്യമായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഒരുപാട് പേർക്ക് ഒഴിഞ്ഞു പോയിട്ട് ഒരു നല്ല ഒരു ജീവിതം, അത്രയും സന്തോഷകരമായ ജീവിതം, ഒരു കുടുംബജീവിതം വരുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ ചീറ്റിംഗ് എനർജിയും മാറി നിങ്ങളിലേക്ക് വരാൻ വേണ്ടി വർക്ക് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഒരു പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. ഒരു സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എല്ലാ ദുഃഖങ്ങളും പാസ്റ്റിലെ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഒരു പുതിയൊരു തുടക്കം, പുതിയൊരു പ്രതീക്ഷ, പുതിയ പ്രതീക്ഷ ഉണ്ടാകുന്നതായിട്ട്, പുതിയ ജീവിതം, പുതിയ ലോകം, നല്ലൊരു ഫാമിലി പരമായൊരു സന്തോഷമുള്ള ജീവിതം ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇപ്പോൾ 2 ഒറാക്കിൾ കാർഡ് കൂടി എടുത്തു നോക്കാം. നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം. 2 ഒറാക്കിൾ കാർഡിലെ നിങ്ങൾക്കുള്ള മോണോലോഗി മെസ്സേജ് എന്താണെന്ന് കൂടി നോക്കാം. ഒന്നിൽ വന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ കംപ്ലീറ്റ്. അപ്പോൾ ധ്യാനിക്കുക, ചിന്തിക്കുക, മെഡിറ്റേഷൻ ചെയ്യുക, എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ മുന്നോട്ട് ചിന്തിച്ച് അതിനു വേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് പറയുന്നത്.
അപ്പോൾ രണ്ടാമത് ഡോണ്ട് ലെറ്റ് യുവർ പാസ് ഹോൾഡ് യു ബാക്ക്. അതെന്ന് പറഞ്ഞാൽ ഭൂതകാലം നിങ്ങളെ തടയാൻ ഒരു കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഇനിയുള്ള ജീവിതത്തിലേക്ക് അതെല്ലാം ഒഴിവാക്കി ഇതിൽ കാർഡിലും അത് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോവുക. അതാണ് ഇത് പോയി എന്നാണ് കാണുന്നത്. അത് തന്നെയാണ് ഇതിൽ വന്ന 2 മെസ്സേജുകളോ കാണുന്നത്. ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാനും ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഒഴിവാക്കി പോകാം. അത് രണ്ടുമാണ് നിങ്ങൾക്കുള്ള എന്നുള്ള മെസ്സേജ്.